നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രക്കാർ. ഇവരുടെ സമയം അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട്, ഇവർക്ക് ഭാഗ്യം വർദ്ധിച്ച് നിൽക്കുന്നതുകൊണ്ട് ഇവരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഇവർക്ക് എല്ലാവിധത്തിലും നേട്ടങ്ങളുടെ ഒരു സമയം കൂടിയാണ്. ഇവർ ഏതൊരു കാര്യത്തിനു വേണ്ടി ഇറങ്ങിയാലും അതിലൊക്കെ മികച്ച വിജയം കാഴ്ചവെക്കാൻ ഇവർക്ക് സാധിക്കും. വിജയം മാത്രമല്ല, അതിൽ ഏറ്റവും ഉയരത്തിൽ കുതിച്ചുയരാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരും. ഇവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിലുള്ള മഹാഭാഗ്യം വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ഭാഗ്യം ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കുന്ന ഈശ്വരാനുഗ്രഹത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള ഗുണഫലങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ മിന്നിമറയും. ഇവർ മിന്നിത്തിളങ്ങുന്ന സാഹചര്യങ്ങൾ കണ്ടുവരുന്നു. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് എന്ന്, ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രം തന്നെയാണ്. മകം നക്ഷത്രക്കാർക്ക് സർവ്വവിധ നേട്ടങ്ങളും വന്നു ചേരുന്ന സമയമാണ്. ഇവരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ കാണുന്നു. ഇതുവരെ പല വിധത്തിലും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളുമൊക്കെ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകൾക്കുള്ള പരിഹാരമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന മാറ്റം. ജീവിതത്തിൽ ഭാഗ്യം വലിയ തോതിൽ തന്നെ അനുഭവപ്പെടും. ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങൾ കൊണ്ട് ഇവരുടെ ജീവിതം രക്ഷപ്പെടും. ഇവരുടെ കുടുംബത്തിലും ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകൾ തന്നെ വന്നു ചേരും. ജീവിതത്തിൽ കഷ്ടപ്പാടുകൾക്കും ദുഃഖ ദുരിതങ്ങൾക്കും അറുതി വരുത്തിക്കൊണ്ട് ഇനി മുതൽ സന്തോഷത്തിൻ്റെ നാളുകളാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഇവർക്ക് സന്തോഷപൂർണമായ ജീവിതം നയിക്കുന്നതിനും സന്തോഷ വാർത്തകൾ കേൾക്കുന്നതിനും ഇതുവരെ ജീവിതത്തിൽ നടക്കാത്ത പല കാര്യങ്ങളും നടന്നു കിട്ടുന്ന സാഹചര്യങ്ങളും ഉണ്ടാകുന്നു. ഇവർക്ക് സാമ്പത്തിക ഉയർച്ചകൾ വന്നു ചേരും. അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗത്തിനുള്ള ഭാഗ്യം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുകയും ഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വലിയ തോതിൽ ഉള്ളതുകൊണ്ട് ഇവർ തൊടുന്ന എല്ലാം, ഇവർ ഏതൊരു കാര്യത്തിന് ഇറങ്ങിപ്പുറപ്പെട്ടാലും ഏതൊരു കാര്യം തുടങ്ങി വെച്ചാലും അത് ഗംഭീരമായ രീതിയിൽ അത് പൂർത്തീകരിക്കാൻ സാധിക്കുകയും എല്ലാവരുടെയും പേരും പ്രശസ്തിയും ഒക്കെ ഇവർക്ക് ലഭിക്കുകയും എല്ലാവരുടെയും അംഗീകാരം ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു. ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നതിനും പുതിയ രീതിയിൽ ജീവിതം നയിക്കുന്നതിനും സാധിക്കും. അതോടൊപ്പം തന്നെ തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ തൊഴിൽ നേട്ടം വന്നു ചേരും. തൊഴിൽപരമായിട്ട് ഉയർച്ചയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അതോടൊപ്പം തന്നെ പണം ഇവരുടെ കൈകളിൽ യഥേഷ്ടം വന്നു ചേരുന്ന സാഹചര്യങ്ങളാണ് കാണുന്നത്. അതിലൂടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ വന്നു ചേരുന്ന സാഹചര്യങ്ങളാണ് ഇവർക്ക് കണ്ടുവരുന്നത്. അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങൾ വലിയ തോതിൽ തന്നെ അനുഭവിക്കുന്ന സാഹചര്യമാണ് കണ്ടിരിക്കുന്നത്. അതിലൂടെ ഇവർക്ക് വിദേശ രാജ്യത്തേക്ക് പോകുന്നതിനുള്ള അനുകൂലമായ സാഹചര്യം, വിദേശത്ത് വലിയ തോതിലുള്ള ഉയർച്ചകൾ സാധിക്കുന്ന വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്ന ആളുകൾക്ക് പഠനമായ സംബന്ധമായോ ജോലി സംബന്ധമായോ ബിസിനസ് സംബന്ധമായോ സംരംഭങ്ങൾ തുടങ്ങുന്ന സാഹചര്യത്തിനോ അവസരങ്ങൾക്ക് വേണ്ടിയോ ഒക്കെ ശ്രമിക്കുന്ന ആളുകൾക്ക് ഏറ്റവും അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണ്. അതിലൂടെ അവരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ തന്നെ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഇവർക്ക് നേട്ടങ്ങളും ഉയർച്ചകളും ഉന്നതിയുമൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു. ഇവർ ചെയ്യേണ്ടത് അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുക. ഭഗവാന് ഇഷ്ട വഴിപാടായ പാൽപായസ വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം വലിയ വലിയ നേട്ടങ്ങളും ഉയർച്ചകളുമൊക്കെ വന്നു ചേരും. അടുത്ത നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്.
വളരെ നാളുകളായി ഇവരുടെ ജീവിതത്തിൽ ദുഃഖ ദുരിതങ്ങളാണ് വന്നിരുന്നത്. അത്തരത്തിലുള്ള ദോഷ ദുരിതങ്ങൾ മാറി അവരുടെ ജീവിതത്തിൽ വെള്ളി വെളിച്ചം പോലെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന, സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്ന, എല്ലാം കൊണ്ടും സമ്പന്നമാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. മികച്ച അവസരങ്ങൾ, മികച്ച ഉയർച്ചകൾ, ഭാഗ്യത്തിന്റെ ആനുകൂല്യം ഒക്കെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇവർക്ക് അത്ഭുതപ്പെടുത്തുന്ന നേട്ടങ്ങളുടെ ഒരു കാലം തന്നെയാണ് വന്നിരിക്കുന്നത്. സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്നതിനും മികച്ച അവസരങ്ങൾ വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത്. ഇവർ അടുത്തുള്ള ശിവക്ഷേത്ര ദർശനവും ഗണപതി ക്ഷേത്ര ദർശനവും ചെയ്യുക. ഇഷ്ട വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും സമൃദ്ധികളും നേട്ടങ്ങളുമൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുകയും ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഇവർക്ക് ലഭ്യമാകുകയും ചെയ്യും. അടുത്ത നക്ഷത്രം ചിത്ര നക്ഷത്രമാണ്. ചിത്ര നക്ഷത്രക്കാർക്ക് ഭാഗ്യം കൊടുമുടി കയറി നിൽക്കുന്ന സമയമാണ്. ഇവരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ ഉണ്ടാകും. ഇവർക്ക് സാമ്പത്തിക ഉയർച്ച വന്നു ചേരും. ഇവർക്ക് കോടീശ്വര യോഗം വരെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്ന ഒരു സമയമാണ്. ഇവർക്ക് പുതിയ തൊഴിൽ സംരംഭങ്ങൾ ഇവർക്ക് വന്നു ചേരും. തൊഴിൽ പരമായിട്ട് ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയം കൂടിയാണ്. എല്ലാവിധത്തിലും ഭാഗ്യവും ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വന്നു ചേരുകയും നേട്ടങ്ങളുടെ ഒരു പറുദീസ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. മികച്ച മുന്നേറ്റങ്ങൾ, മികച്ച ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സാധ്യമാക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരുന്നു. മികച്ച അവസരങ്ങൾ, മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരും. ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ടത് അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് ഇഷ്ട വഴിപാടുകൾ സമർപ്പിക്കുക. ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരുന്ന സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം ചോദ്യ നക്ഷത്രമാണ്. ഭാഗ്യം വലിയ തോതിൽ തന്നെ ഇവരെ കടാക്ഷിക്കുന്നു. ദൈവികമായ എല്ലാ അനുഗ്രഹങ്ങളും ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സമയമാണ്. അതുകൊണ്ട് ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ വലിയ തോതിൽ തന്നെയാണ് ഈ നക്ഷത്രക്കാരെ കടാക്ഷിക്കുന്നത്. അതുകൊണ്ട് സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ ഇവർക്ക് വന്നു ചേരും. സാമ്പത്തിക കുതിപ്പിന് ഏറ്റവും അനുകൂലമായ സമയമാണ്. ഭാഗ്യത്തിന്റെ വാതിലുകൾ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്നു. അതിലൂടെ ജീവിതത്തിൽ ഇതുവരെ ലഭിക്കാത്ത പല വിധത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുകയും സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് വന്നിരിക്കുന്നത്. ദമ്പതികൾ തമ്മിലുള്ള സ്നേഹബന്ധം ദൃഢമാകുകയും ദമ്പതികൾ തമ്മിലുള്ള സ്വരച്ചേർച്ച ഇല്ലായ്ക ഇതൊക്കെ മാറി ഇവർക്ക് സ്വസ്ഥവും സമാധാനപൂർണമായ ഒരു ജീവിതം നയിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഭാഗ്യവും ഐശ്വര്യവും സാമ്പത്തിക മുന്നേറ്റവും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ടത് അടുത്തുള്ള ദേവീക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മഹാഭാഗ്യവും മഹാ ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്കും മഹാഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഇവർക്ക് ഭാഗ്യം കൊടുമുടി കയറി നിൽക്കുന്ന സമയമാണ്. എല്ലാവിധത്തിൽ ഇവരുടെ ജീവിതം രക്ഷപ്പെടും. കുടുംബ ഐശ്വര്യമൊക്കെ വർദ്ധിക്കുന്നു. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു. മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. മഹാഭാഗ്യം, മഹാഐശ്വര്യം, സമൃദ്ധി ഇതൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. ഐശ്വര്യസമ്പൂർണമായ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്ന എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും സമൃദ്ധികളും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സാമ്പത്തിക മുന്നേറ്റങ്ങൾ ഇവർക്ക് ലഭ്യമാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. വിശാഖം നക്ഷത്രക്കാർക്ക് തൊടുന്ന എല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന തരത്തിൽ ഇവരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് കോടീശ്വര യോഗമാണ് പറഞ്ഞിരിക്കുന്നത്. ഇവർ എന്ത് തന്നെ ആഗ്രഹിച്ചാലും അതൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന ഒരു സമയമാണ്. എത്ര വിഷമഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളാണെങ്കിലും അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയമാണ്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമ്പന്ന പദവി, വലിയ വലിയ നേട്ടങ്ങൾ, ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും സമൃദ്ധികളും ഒക്കെ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന സമയം കൂടിയാണ്. മഹാഭാഗ്യകരമായിട്ടുള്ള ഐശ്വര്യസമ്പൂർണമായ തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ മഹാരാജയോഗം തന്നെയാണ്. രാജകീയ പദവിയോടുകൂടി അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ സൃഷ്ടിക്കുന്ന സമയമാണ്. എല്ലാവിധത്തിലുള്ള ആനുകൂല്യങ്ങളും ഉയർച്ചയും നേട്ടവും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്.
മിന്നുന്ന വിജയം, മിന്നുന്ന ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുകയും ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയമാണ്. ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ടത് അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് പാൽപായസ നിവേദ്യം സമർപ്പിക്കുക, വഴിപാടായി സമർപ്പിക്കുക. എല്ലാവിധമുള്ള ഐശ്വര്യങ്ങളും സമൃദ്ധികളും ഒക്കെ വന്നു ചേരും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകീരം നക്ഷത്രമാണ്. മകീരം നക്ഷത്രക്കാർക്കും രാജകീയ പദവിയോടുകൂടി നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. മഹാഭാഗ്യകരമായിട്ടുള്ള ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകൾ തന്നെ വന്നിരിക്കുന്നു. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം കിട്ടുമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.